KPCCയുടെ പ്രസിഡന്റായി. കണ്ണൂരിൽ നിന്ന് തന്നെ. കണ്ണൂരിന്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ കേരളത്തിലെ ഏറ്റവും അധികം മത്സരിക്കുന്നത്, വെല്ലുവിളി നേരിടുന്നത് CPM-ൽ നിന്നാണ്. ആ CPM-നെ അവരുടെ മടയിൽ നിരവധി തവണ പരാജയപ്പെടുത്തി കണ്ണൂരിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ സമ്മാനിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ശ്രീ സണ്ണി ജോസഫ് MLA, അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആകുന്നു. UDF കണ്ണൂർ, ഇതിന്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിംഗ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു ഇലക്ഷൻ ഇയറാണ്. ഈ ഇലക്ഷൻ ഇയറിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ, ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം ഒരു ഇലക്ഷൻ വിദഗ്ധനാണ്. ഇനി നിങ്ങൾ ഈ ടീം എടുത്ത് നോക്കൂ. UDFന്റെ കൺവീനറായി വന്നിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ്. കോന്നി പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിർത്തിയ ശ്രീ അടൂർ പ്രകാശ്. ആറ്റിങ്ങല് പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും CPM പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അയാൾ ജയിച്ചു പോകുന്ന മണ്ഡലത്തിൽ CPM-നെ അട്ടിമറിച്ച് തുടർ വിജയം നേടിയ ശ്രീ അടൂർ പ്രകാശ്. അതുപോലെ തന്നെ 2 ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റുകളിൽ മന്ത്രിയായി, പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് അഭിമാനമായ പട്ടികജാതി മെഡിക്കൽ കോളേജ്, ഇന്ത്യയിൽ തന്നെ നവോത്ഥാന ശ്രമങ്ങളൊന്നായ അത് സമ്മാനിച്ച ശ്രീ AP അനിൽകുമാർ, അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ എല്ലാ ആവേശത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഈ ചെറുപ്പക്കാരുടെ ടീം ലീഡേഴ്സ് എന്ന് പറയാമല്ലോ, യങ്സ്റ്റേഴ്സിന്റെ ടീം ലീഡേഴ്സ്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്ന ആളാണ് ശ്രീ PC വിഷ്ണുനാഥ്. കുണ്ടറ പോലൊരു മണ്ഡലത്തിൽ പോയി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് പോലും ആ ഭരണ തുടർച്ചയുടെ കാലത്ത് എല്ലാവരും ജയിക്കുമ്പോൾ, ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ജയിക്കുമ്പോൾ പരാജയപ്പെട്ട മന്ത്രിയായി, ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി കുണ്ടറ നേടിയെടുത്ത ശ്രീ PC വിഷ്ണുനാഥ്. പാലക്കാട് വലിയ വെല്ലുവിളി നേരിട്ട തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടു. അതിനുശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിൽ വടകരയിൽ പോയി ഉജ്ജ്വലമായ വിജയം നേടിയ ശ്രീ ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തൊരു ഗംഭീര ടീമിനെ, അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീമിനെ കോൺഗ്രസ് പാർട്ടി ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞ ഇലക്ഷൻ ഇയറിൽ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് 2025. ആ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ, അത് ഓരോ പേരുകളും, സണ്ണി ജോസഫ് ആകട്ടെ, അനിൽകുമാർ ആകട്ടെ, വിഷ്ണുനാഥ് ആകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, അടൂർ പ്രകാശ് ആകട്ടെ, ഇലക്ഷൻ